ഇസ്രായേലിൻ്റെ സൈബർ ടീം എന്ന് പറയുന്നത് അതിഭയാനകമാണ്. കാരണം അവരുടെ ഫോണുകളിൽ മുഴുവൻ അത് കയറിക്കൊണ്ടിരിക്കുക. കാരണം അവരുടെ ഇറാൻ്റെ ഒഫീഷ്യൽസിനോട് വരെ ഇറാൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഫോണുകൾ ഉപയോഗിക്കരുത്. കാരണം ആ രാജ്യം ഉപയോഗിക്കുന്ന ടെലിഫോൺ പോലും ഈ ഇസ്രായേൽ സൈബർ ടീം ഹാക്ക് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് പ്രധാനപ്പെട്ടൊരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്നവർ അവരുടെ ഏറ്റവും ഇസ്രായേലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയായ ദ ഗോസ്പൽ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ടാർജറ്റുകളാണത് ഏകദേശം 200ഓളം ടാർജറ്റുകളാണ് എടുക്കുന്നത്. ആ 200ഓളം ടാർജറ്റുകൾ 1 മണിക്കൂറിനകം പല രീതിയിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ നേരത്തെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം ഈ ഗാസയിൽ ഇവർ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് രൂക്ഷമായ വിമർശനങ്ങളുണ്ടായി. കാരണം ഒരാളെ ഫോൺ ചെയ്യുന്ന ഇന്നയാളാണ്, കീ ആയിട്ടുള്ള ഒരാളാണ്. മറ്റുള്ള ആരെയൊക്കെ ഫോൺ ചെയ്യുന്ന അത് ഉൾപ്പെടെ ടാർജറ്റുകളാകുവാണ് എഐക്കകത്ത്, ഈ ഗോസ്പലിനകത്ത്. അതുകൊണ്ട് അതിന് ഗോസ്പൽ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു സാധനം ചിലപ്പോൾ ഇന്നവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് വരെ ഇസ്രായേൽ ലോങ് റേഞ്ച് മിസൈൽസ് ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ ഇസ്രായേലിൻ്റെ ഈ നേവിയെ പറ്റി ലോകത്താർക്കും അറിയത്തില്ല. ചിലപ്പോൾ ഇന്നത് ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇറാന് ചുറ്റും ഈ സംഭവങ്ങളുള്ള കാര്യം ലോകത്തെല്ലാവർക്കും അറിയാം. പല ഡിഫൻസ് വീക്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ചുറ്റുമാണ് ഈ കഴിഞ്ഞ 6-7 മാസം കൊണ്ട് ഇസ്രായേലിൻ്റെ പല അന്തർവാഹിനികളും സംഭവങ്ങളെല്ലാം ഇതിനകത്ത് പല രീതിയിലുള്ള ഡിസ്ട്രോയറുണ്ട്. അതിരൂക്ഷമായ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്.